കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 6 ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മാസങ്ങളോളം ക്രൂരമായ റാഗിങ്ങിനിരയാക്കിയ സംഭവത്തിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. കേസെടുത്ത് 49ാം ദിവസമാണിത്. സീനിയർ വിദ്യാർത്ഥികളായ 5 പേർക്കെതിരെയാണ് റാഗിംഗ് നിരോധന നിയമവും ഭാരതീയ ന്യായ സംഹിതയും അനുസരിച്ചുള്ള വിവിധ വകുപ്പുകൾ ചേർത്ത് ഏറ്റുമാനൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളായ കോട്ടയം മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവേൽ, വയനാട് നടവയൽ ഞാവലയത്ത് ജീവ, മലപ്പുറം മഞ്ചേരി കച്ചേരിപ്പടി വീട്ടിൽ റിജിൽ ജിത്ത്, മലപ്പുറം വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ്, കോട്ടയം കോരുത്തോട് നെടുങ്ങാട് വീട്ടിൽ വിവേക് എന്നിവരാണ് പ്രതികൾ. ഇവർ റിമാൻഡിലാണ്. തിരുവനന്തപുരം സ്വദേശികളായ 6 ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് പീഡനത്തിന് ഇരയായത്. കഴിഞ്ഞ നവംബർ 4 മുതൽ 4 മാസത്തോളം റാഗിങ്ങും പീഡനവും നടന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. പ്രതികൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും ഇതിന് പണം കണ്ടെത്തിയത് ഇരകളായ വിദ്യാർത്ഥികളിൽ നിന്നാണെന്നും കണ്ടെത്തി. വിദ്യാർത്ഥികളെ വിവസ്ത്രരാക്കി കൈയും കാലും കട്ടിലിൽ കെട്ടിയിട്ടായിരുന്നു പീഡനങ്ങൾ. 1, 2, 3 എന്നിങ്ങനെ എണ്ണി കഴുത്തുമുതൽ കാൽപാദം വരെ കോമ്പസും ഡിവൈഡറും ഉപയോഗിച്ചു കുത്തി. രക്തം പൊടിയുമ്പോൾ മുറിവിൽ ലോഷൻ പുരട്ടി. മലർത്തിക്കിടത്തി സ്വകാര്യ ഭാഗത്ത് വ്യായാമത്തിനുപയോഗിക്കുന്ന ഡംബൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചു. ഇരുമാറിലും ക്ലിപ്പിട്ട് മുറുക്കി. ശരീരമാസകലം ക്രീം പുരട്ടി. വേദന കൊണ്ട് നിലവിളിച്ച വിദ്യാർത്ഥിയുടെ വായിലേക്ക് ലോഷൻ ഒഴിച്ചു. ശരീരത്തിൽ ക്രീം പുരട്ടിയ ശേഷം ഷേവിംഗ് റേസർ ഉപയോഗിച്ച് വടിച്ചു. പീഡന രംഗങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. നിലവിളി പുറത്തു കേൾക്കാതിരിക്കുവാൻ വായിൽ തുണി തിരുകി. എല്ലാ ആഴ്ചകളിലും 800 രൂപ വീതം ഭീഷണിപ്പെടുത്തി പിരിച്ചെടുത്തു. ഇരകളെ കൊണ്ട് മദ്യം വാങ്ങിപ്പിച്ചു. ചിത്രീകരിച്ച വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം പിരിച്ചു. ഇരകൾ വേദന കൊണ്ട് കരഞ്ഞപ്പോൾ പ്രതികൾ അത് കണ്ട് ആനന്ദിച്ചു. ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ആസ്വദിച്ചു. ചിത്രീകരിച്ച പീഡന രംഗങ്ങളിൽ ചിലത് നശിപ്പിച്ചു. ഇത് വീണ്ടെടുക്കുവാൻ അന്വേഷണ സംഘം മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വീഡിയോ ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ്, കോട്ടയം ഡിവൈഎസ്പി KG അനീഷ്, ഗാന്ധിനഗർ പോലീസ് ഇൻസ്പെക്ടർ T ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്.